നോമ്പിലെ നമസ്കാരങ്ങളിൽ ബോസാകൾക്ക് മുന്നിൽ പാടുന്ന മൊറിയോ റാഹേം എന്ന് പറയുന്ന ആ ഒരു വരി എന്തിനാണ് സ്പീഡ് കുറച്ച് പാടുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വർത്തമാനമാണിന്ന്. അതിനു മുമ്പ് ഒരു വാക്ക് പരിചയപ്പെടാം. വിളംബകാലം എന്ന ഒരു വാക്ക് സംഗീതശാസ്ത്രത്തിലുണ്ട്. സ്ലോ സ്പീഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാലങ്ങളെ അല്ലെങ്കിൽ സ്പീഡിനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വിളംബകാലം എന്ന് വെച്ചാൽ സാവകാശം പാടുന്നത്, സ്ലോ ടെമ്പോ. മധ്യമകാലം മീഡിയം ടെമ്പോയാണ്. ദ്രുതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ടെമ്പോയാണ്. ഇനി പാട്ടിലേക്ക് കടന്നു വരാം. മൊറിയോ റാഹേ മേലൈനു ആദാറൈൻ. ഇത് വിളംബകാലത്തിലാണ് പാടുന്നത്. അതായത് മുകളിൽ പാടി വന്ന പാട്ടിൻ്റെ സ്പീഡിനേക്കാളും കുറഞ്ഞ സ്പീഡിൽ. എന്തിനായിരിക്കും അങ്ങനെ പാടുക? സ്പീഡ് കുറച്ചുള്ള സ്വരവിസ്താരം കേൾവിക്കാരെ ഒരു പർട്ടിക്കുലർ ശബ്ദത്തിലേക്കോ നിമിഷത്തിലേക്കോ ഒക്കെ ഫോക്കസ് ചെയ്യിക്കും. അതുമാത്രമല്ല കേട്ടോ, ഇനി പാടുന്ന വരികൾ കൂടുതൽ ശ്രദ്ധയോടെ ധ്യാനിക്കാനുള്ളതാണ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. കർണാടക സംഗീതത്തിൽ വിളംബകാലത്തിൽ രാഗങ്ങളൊക്കെ നന്നായിട്ട് വിസ്തരിക്കും. അതിനുശേഷമാണ് കൃതിയിലേക്ക് കടക്കുക. അപ്പോൾ ആ കൃതി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും കേൾവിക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സമാനമായ ഉദ്ദേശമാണ് ഇവിടെയും. അതുമാത്രമല്ല, ഉള്ളിലേക്കെടുത്ത ശ്വാസത്തിലാണ് സാവധാനം മൊറിയോ റാഹേം മുഴുവൻ നമ്മൾ പാടുന്നത്. അതായത് വളരെ പതുക്കെ ശ്വാസം പുറന്തള്ളുന്നു. ഇതൊരു ധ്യാനമാണ് കേട്ടോ. അതിൻ്റെ ഫലമായിട്ട് മനസ്സ് ശാന്തമാക്കാൻ സഹായിക്കും എന്ന് തെളിയിച്ച യോഗശാസ്ത്രമൊക്കെ നമുക്ക് പരിചയമുണ്ട്. മറ്റൊരു പ്രത്യേകത ഈ സ്ലോ സ്പീഡിനുള്ളത് ഭക്തിയും കരുണരസവും പുറപ്പെടുവിക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊടുവിൽ ഒരാളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ആ പ്രാർത്ഥനകൾ സഹായിക്കും എന്നുള്ളതാണ്. ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളംബകാലത്തിന് കൂടുതൽ പ്രാധാന്യം. കേൾക്കുന്ന പാട്ടിലൂടെ ഭക്തി ജനിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ വെറുതെ പാടുന്നതല്ല എന്നാണ് പറഞ്ഞു വന്നത്.